ബിഗ് ബോസ് മലയാളം സീസൺ 7. അങ്ങനെ അനുവിന്റെ മൈക്ക് മോഷ്ടിച്ചുകൊണ്ട് പോയ കള്ളനെ കയ്യോടെ പൊക്കിയിരിക്കുകയാണ്. വേറെ ആരും തന്നെ അല്ല, അനു തന്നെ കയ്യോടെ പൊക്കിയിരിക്കുകയാണ്. ചുമ്മാ അല്ല CID അനു എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ രാവിലെ ഇതിന്റെ പേരിൽ വഴക്കുണ്ടായിട്ടുള്ളത് കണ്ടയാണ്. ലക്ഷ്മിയുമായിട്ട് വഴക്കുണ്ടായി. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി തുണിയെടുത്ത് തറയിലിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വഴക്കുണ്ടായി. ഇപ്പം രാവിലെ തൊട്ടേ ഫുള്ള് വഴക്കാണ് വീട്ടിൽ. അനുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതലും. അപ്പം ഇവിടെ രാവിലെ അനു വാഷ്റൂമിൽ പോകുന്ന സമയത്ത് വെളിയിലിരിക്കുന്ന സോഫയുടെ സൈഡിൽ മൈക്ക് വെച്ചിട്ട് വാഷ്റൂമിൽ പോകുന്നു. തിരിച്ചു വരുന്ന സമയത്ത് മൈക്ക് കാണുന്നില്ല. അവിടെ ലക്ഷ്മിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ലക്ഷ്മി എടുത്ത് ചോദിച്ചിട്ട് നീ അല്ലേ എടുത്തതെന്ന് പറഞ്ഞിട്ട് അവിടെ സംസാരമാവുന്നു. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു ഞാൻ എടുക്കുന്നത് നീ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരമാവുന്നു. അപ്പോൾ ലക്ഷ്മി അവിടെ ഇരുന്നുകൊണ്ടായിരിക്കാം അനു വിചാരിച്ചത് ലക്ഷ്മിയാണ് മൈക്ക് എടുത്തതെന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ യോഗയ്ക്ക് പോകുന്ന സമയത്തും അനു ആതിരടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ എൻ്റെ മൈക്കങ്ങനെ എടുത്തോ കണ്ടോ എന്നങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം ലാസ്റ്റ് ഈ മൈക്ക് ഡ്രസ്സിങ് റൂമിൽ നിന്നാണ് ഈ മൈക്ക് എടുത്തുകൊണ്ട് വരുന്നത്. എല്ലാവരും തെരഞ്ഞു പിടിച്ചിട്ട് അവസാനം ഡ്രസ്സിങ് റൂമിൽ ചെന്നിട്ടാണ് ഈ മൈക്ക് എടുക്കുന്നത്. എന്നിട്ടും ഈ ആതില മിണ്ടിയില്ല. സംഭവം ഈ ആതിലയാണ് മൈക്ക് എടുത്ത് അവിടെ കൊണ്ട് വെച്ചത്, മാറ്റി വെച്ചത്. ഈ ആതിലയ്ക്ക് എന്തിൻ്റെ സോക്കേടാണ്? കാരണം ഇത് ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു പ്രോപ്പർട്ടി, ബിഗ് ബോസിൻ്റെ ഗെയിമിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ആ മൈക്ക് എടുത്ത് മാറ്റി വെക്കുക, മൈക്ക് എടുത്ത് ഒളിച്ചു വെക്കുക, അതൊക്കെ ആ റൂൾസിന് എതിരാണ്. ബിഗ് ബോസ് തന്നെ എപ്പോഴും പറയുന്ന കാര്യം എന്താണ്? നിങ്ങൾ മൈക്ക് ധരിക്കൂ എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു മൈക്ക് എനിക്ക് ഇതൊരു ആദിലയുടെ ഒരു പ്ലാനാണോന്നും അറിയത്തില്ല. ചിലപ്പോൾ അങ്ങനെയും ചിന്തിക്കാം. ചിലപ്പം അനുവായിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യാനോ സംസാരിക്കാനോ വേണ്ടിയിട്ട് ആദില ചെയ്തിട്ടുള്ളൊരു വേലയാണോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയാണോ അതൊന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു സംശയം പറഞ്ഞതാണ് കേട്ടോ. കാരണം ഇതെടുത്ത് അവിടെ, കാരണം ഇതൊരു ബിഗ് ബോസ് കൊടുക്കുന്ന, ഇവരുടെ ഗെയിമിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ അതെടുത്ത് മാറ്റി വയ്ക്കാൻ ഈ ആദിലയ്ക്ക് ഒരു അധികാരവും ഇല്ല. കാരണം അത് ബിഗ് ബോസിന്റെ റൂൾസ് ബ്രോക്ക് ചെയ്യുന്നതിനെതിരാണ് അല്ലേ? കാരണം ബിഗ് ബോസ് തന്നെ ഇവര് തന്നെ മൈക്ക് അങ്ങോട്ട് മാറ്റി വെക്കുന്ന സമയത്തും പൊട്ടിപ്പിടിക്കുന്ന സമയത്തും ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്യുന്നൊരു കാര്യമാണ്. ലാലേട്ടൻ തന്നെ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മൈക്ക് നിങ്ങൾ ശരിയായിട്ട് ധരിക്കും, മൈക്ക് പൊത്തിപ്പിടിക്കലും മൈക്ക് ഊരിയിട്ട് സംസാരിക്കലും എന്ന് പറയുന്ന ഒരു ഷോയാണ്. എപ്പോഴും മൈക്കിന് പ്രാധാന്യമുള്ളൊരു ഷോയാണ്. മൈക്കിന് ഇവിടുത്തെ കണ്ടസ്റ്റൻസിനെക്കാളും ഏറ്റവും പ്രാധാന്യം ഇവിടെ കൊടുക്കേണ്ടത് മൈക്കിനാണ്. കാരണം മൈക്കിലൂടെ പറയുന്നത് ജനങ്ങൾക്ക് കേൾക്കണം, ബിഗ് ബോസ് ടീമിന് കേൾക്കണം, എല്ലാവർക്കും കേൾക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു മൈക്ക് എടുത്ത് സ്റ്റോർ റൂമിൽ കൊണ്ട് ഒളിച്ചു വെക്കുകയോ പാത്തു വെക്കുകയോ വേറെ എന്തെങ്കിലും ഡ്രസ്സോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. എന്നിട്ട് ഈ അനു ഇറങ്ങിക്കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, ആദിലടുത്തും ചോദിക്കുന്നുണ്ട്, മറ്റുള്ള എല്ലാ ആൾക്കാർക്കും ചോദിക്കുന്നുണ്ട്, ഇത് ആരെങ്കിലും എടുത്തോ കണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നിട്ടും ഈ ആദില മിണ്ടുന്നില്ല. അവസാനം അനുവിന് തന്നെ ഈ ആദിലെ സംശയം തോന്നിയിട്ട് ആദിലെ ഇട്ട് കുടഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരി സത്യം പറഞ്ഞു, ഞാൻ എടുത്തെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇത് ആദിലേക്ക് ആദ്യം തന്നെ ഇത് സത്യം പറഞ്ഞ ഒരു തമാശയ്ക്ക് ഇത് കാണിക്കുമായിരുന്നെങ്കിൽ ആദിലേക്ക് ആദ്യം തന്നെ ഇത് പറയായിരുന്നു, ഞാൻ തമാശയ്ക്ക് കാണിച്ചതാണ്, മൈക്ക് കൊണ്ട് അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് അത്രയും കടന്ന് ചോദിച്ചിട്ടും ഇത് കൊടുക്കായിരുന്നു, അല്ലെ എടുത്തു കൊടുക്കായിരുന്നു. അപ്പോൾ ഇത് മനഃപൂർവ്വം ചെയ്ത കാര്യമാണ്. ഇത് ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ഇതിനെ പറ്റിയിട്ട് ചോദിക്കുക തന്നെ വേണം. കാരണം മൈക്ക് മാറ്റി വെക്കുന്നത് ശരിയല്ല. അപ്പം എന്തായാലും അനു കള്ളനെ കയ്യോടെ പിടിച്ചിരിക്കുകയാണ്. അതുപോലെ പാലുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം, രാവിലെ ചായ ഇടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പാലെടുത്തൊഴിക്കുന്ന സമയത്താണ് പാല് പിരിയുന്നത് കാണുന്നത്. ഇന്നലെ നമുക്കറിയാം 20 മുട്ടയും അതുപോലെ 2 കവർ പാലാണ് കൊടുത്തത്. കാരണം 1 പാലും 1 തൈരുമല്ല. കാരണം തൈര് എന്തിനാണ് ഇവർക്ക്? തൈരിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം 2 കവർ പാലാണ് ചായക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇന്ന് രാവിലെ 2 പാത്രത്തിലായിട്ട് ചായ ഇടുന്ന സമയത്ത് ഒരു പാത്രം നോക്കാൻ നേരത്ത് വെള്ളമെല്ലാം വെച്ചിട്ടാണ് പാലൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം നോക്കുന്ന സമയത്ത് ഒരു പാല് കേടായിട്ട് കട്ട പിടിച്ചിരിക്കുന്നു, തൈരായിട്ടിരിക്കുന്നു. അപ്പം ബിഗ് ബോസ് കൊടുത്ത ഒരു കവർ പാല് ഇത് കേടായിട്ട് അല്ലെങ്കിൽ പുറത്തെങ്ങാനും വെച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്നെങ്ങാനും മാറ്റി വെച്ചിട്ട് അങ്ങനെ കേടായതായിരിക്കാം. എക്സ്പയറി അല്ലായിരിക്കും. കാരണം എക്സ്പയറി ആണെങ്കിൽ അവർ ചെക്ക് ചെയ്തിട്ടൊക്കെ ആണല്ലോ കൊടുക്കുന്നത്. എക്സ്പയറി പ്രോഡക്റ്റുകൾ എന്തായാലും അതിൻ്റെ അകത്തോട്ട് ബിഗ് ബോസ് ടീം വിടത്തില്ല. സംഭവം ഇത് പാല് പുറത്തുനിന്നെങ്ങാണ്ട് വെച്ച് പുറത്തുനിന്നെങ്ങാണ്ട് വെച്ച് ഫ്രിഡ്ജിൽ തണുപ്പെങ്ങാണ്ട് മാറിയിരുന്ന പാലെങ്ങാണ്ടാണ്. അപ്പം അതിലൊരെണ്ണം എടുത്ത് പൊട്ടിച്ചിട്ടപ്പോഴത്തേക്ക് അത് കട്ടയായി പോയി തൈരായിട്ടിരിക്കുന്നു. പാല് പെട്ടെന്ന് പിരിഞ്ഞു പോകും. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ വയ്ക്കുമ്പോൾ അറിയാമല്ലോ, പാല് പെട്ടെന്ന് തന്നെ ചൂടാക്കി വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകുന്ന പാലാണ്. ഇപ്പോൾ രാവിലെ ചായ ഇട്ടിട്ട് മാറ്റി വെക്കുന്ന പാല് ചൂടാക്കി വെച്ചില്ലെങ്കിൽ വൈകിട്ടാകുമ്പോഴത്തേക്ക് അത് കട്ട പിടിച്ചു പോകും, തൈരായി പോകും. അപ്പം ഇത് തൈരാന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അനീഷിനെ എടുത്ത് കൊടുത്ത് അനീഷിനെ എടുത്ത് കൊടുത്ത് അനീഷെല്ലാം ഇത് കുടിക്കുന്ന സമയത്ത്, തൈരായിട്ട് കുടിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ആൾക്കാരെല്ലാം അത് പ്രശ്നം ഉണ്ടാക്കി. ഈ പറയുന്ന
അക്ബർ, ലക്ഷ്മിയൊക്കെ ആണെങ്കിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. കാരണം ഇത് ബിഗ് ബോസ് കൊടുക്കുന്ന എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കുന്ന റേഷൻ അല്ലേ, അപ്പോൾ ഇത് എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കണ്ടേ, ഒരാൾക്ക് മാത്രം അങ്ങനെ കൊടുക്കുന്നത് ശരിയാണെന്ന് വന്നപ്പോൾ അവർ വിചാരിച്ചിരുന്ന ഇത് തൈരാണ്, ഒന്ന് പാലും ഒന്ന് തൈരുമാണ് ബിഗ് ബോസ് കൊടുത്തിരുന്നത്. അത് അവരെ തെറ്റ്. കാരണം ഇത് റേഷൻ വരുന്ന സമയത്ത് അത് ചെക്ക് ചെയ്ത് നോക്കേണ്ട, പാലാണോ തൈരാണോ എന്ന് നോക്കേണ്ടത് എല്ലാ കണ്ടസ്റ്റൻസിന്റെ ഉത്തരവാദിത്തമാണ്. കാരണം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള റേഷൻ അല്ലേ അവിടെ കൊടുക്കുന്നത്. അപ്പൊ അത് നോക്കാതെ ഇവിടെ വന്നിട്ട് രാവിലെ വന്നിട്ട് അത് തൈരെടുത്ത് എടുത്തൊഴിച്ച്, പാലാന്നറിയാതെ തൈര് എടുത്തുകൊണ്ടൊന്ന് ഒഴിച്ച് എന്നുള്ളൊരു രീതിയിൽ അനുവിനെ എല്ലാവരും കുറ്റപ്പെടുത്തി. അപ്പം അവിടെ ഈ പറയുന്ന പോലെ കവർ പാലൊക്കെ എടുത്തുകൊണ്ട് വന്ന് പൊട്ടിച്ച പാലിന്റെ കവറൊക്കെ പോയി അവിടെ ഡസ്റ്റ്ബിൻ ഉണ്ടല്ലോ, വേസ്റ്റ് ബിന്നിനകത്ത് പോയിട്ട് നോക്കി അക്ബറും അതുപോലെ ലക്ഷ്മിയും കിടന്ന് പറയുന്നുണ്ടായിരുന്നു ഇത് തൈരാണ്, മറ്റേതാണ്, മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഇതൊക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നു ബിഗ് ബോസ് ഇവർക്ക് 2 കവർ പാല് പിന്നെയും കൊടുത്തു. അപ്പം നമുക്ക് മനസ്സിലാക്കാം അത്. അപ്പൊ അവർ ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ അത് ചിന്തിക്കും. കാരണം ഇന്നലെ ബിഗ് ബോസ് കൊടുത്തത് 2 കവർ പാല് തന്നെയാണ്. അതിൽ ഒരു കവർ പാല് കേടായോണ്ടാണ് ബിഗ് ബോസ് വീണ്ടും അത് പാലായിട്ട് തന്നെ കൊടുത്തത്, 2 പാലായിട്ട് തന്നെ. നേരെ മറിച്ച് അത് തൈരാണെങ്കിൽ ബിഗ് ബോസ് കൊടുക്കത്തില്ല. കാരണം അത് അവരെ ഭാഗത്തു നിന്നുള്ള അനു കാണിച്ച മിസ്റ്റേക്കിന്റെ ഭാഗമായിട്ട് അത് എടുക്കും. വീക്കെൻഡ് എപ്പിസോഡിൽ ആയിട്ടും വരുന്ന സമയത്ത് അത് ചോദിച്ച് ഉറപ്പായിട്ടും അത് ചോദിക്കുകയും ചെയ്യും. കാരണം അനു, നിങ്ങൾക്ക് കണ്ണില്ലേ, അത് അതിന്റെ മേലെ വെണ്ടയ്ക്കാശിരത്തി തൈര് എന്നല്ലേ എഴുതി വെച്ചേക്കുന്നത്, അത് തൈരെടുത്താണോ ചായ ഇടുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അനുവിൻ്റെ അടുത്ത് ചോദിക്കും. പക്ഷെ ഇവിടെ അനുവിന് തെറ്റ് പറ്റിയിട്ടില്ല. അനു എടുത്തത് പാലാന്ന് ഉറപ്പുള്ളതുകൊണ്ടും ആ പാല് പിരിഞ്ഞു പോയത് ബിഗ് ബോസ് ടീം കൊടുക്കുന്ന സമയത്തെ ആ പാല് കേടായിട്ട് പിരിഞ്ഞു പോകേണ്ടതാണ്. ബിഗ് ബോസ് വീണ്ടും 2 കവർ പാൽ അവർക്ക് കൊടുത്തത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും അത് കൊടുക്കത്തില്ല. അപ്പം ഇത് ബുദ്ധിയുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിൽ അത് മനസ്സിലാക്കും. അപ്പം രാവിലെ തന്നെ ഈ പാലിന്റെ വിഷയത്തിൽ അവിടെ അടികൂടിയ ടീംസുകൾക്ക് നല്ല രീതിയിൽ കൊടുത്തുകൊണ്ട് തന്നെ ബിഗ് ബോസ് 2 കവർ പാൽ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അത് പറ്റി. കാരണം അങ്ങനെ വേണം. കാരണം അല്ലെങ്കിൽ ഇതെന്താണ്, ഇതെല്ലാം കൂടെ അനുവിന്റെ തലയിൽ എടുത്തങ്ങിടും. അനുവിന്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്കാണ്. അനു ഈ പറഞ്ഞിട്ടുള്ള തൈര് എടുത്തിട്ടാണ് ചായ ഇട്ടതെന്നൊക്കെ നോക്കാതെ ഇട്ടതെന്നൊക്കെ എല്ലാവരും വിചാരിക്കും. പക്ഷെ ഇത് 2 കവർ പാല് വീണ്ടും എക്സ്ട്രാ തന്നുകൊണ്ട് ബുദ്ധിയുള്ള കണ്ടസ്റ്റൻസ് ആണ് ചിന്തിക്കും. രാവിലെ ഇന്നലെ ബിഗ് ബോസ് കൊടുത്തിരുന്നത് 2 കവർ പാല് തന്നെയാണ്. അതിലൊന്ന് കേടായോണ്ടാണ് ബിഗ് ബോസ് ഇപ്പോൾ 2 പുതിയത് തന്നതെന്ന് ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ ചിന്തിക്കും. എന്തായാലും കൊള്ളാം. രാവിലെ തൊട്ട് അനുമോളുമായിട്ടുള്ള വഴക്കുകളാണ്. അതുപോലെ തന്നെ ആദിലയും നൂറയാണെങ്കിൽ ലൈവിനകത്ത് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുപ്പിക്കുന്ന എക്സ്ട്രീം ലെവൽ. ഈ ഒരു വഴക്കിന്റെ ഒരു പകുതി കാരണം, ഒരു 80% പങ്ക് ആദിലേക്കും നൂറയ്ക്കാണെന്ന് ഞാൻ പറയാം. കാരണം ലൈവ് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലായി വേർപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അനുവിനെ തകർക്കാനുള്ള പരിപാടിയാണ്, കൂടെ നിന്നിട്ട് തകർക്കാനുള്ള പരിപാടിയാണ് ഈ ആദിലയും നൂറയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ലാലേട്ടൻ വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളിവിടെ ഗ്രൂപ്പ് കളിക്കാനാണോ വന്നത്, അതുപോലെ നിങ്ങളിവിടെ ബ്രദറും സിസ്റ്ററും കളിക്കാനാണോ വന്നത്, നിങ്ങൾ ഒറ്റയ്ക്ക് കളിക്കാനല്ലേ വന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതും കൂടെ കയറി പിടിച്ചുകൊണ്ട് പിന്നെ ഇവർ ആ ഒരു രീതിയിലാണ് കളിക്കുന്നത്. സ്വിച്ച് ഇട്ട പോലെയാണ് ചേഞ്ച് ആയിട്ട് ഗെയിം കളിക്കുന്നത്. അപ്പോൾ എന്തായാലും കൊള്ളാം. എന്തായാലും കള്ളനെ കൈയോടെ പിടിച്ചിട്ടുണ്ട്.